വേനൽ കനക്കുകയാണ്. മനുഷ്യർക്കൊപ്പം മൃഗങ്ങളെയും സാരമായി ബാധിക്കും വിധമാണ് താപനില ഉയരുന്നത്. ഈ അവസരത്തിൽ വളർത്തുമൃഗങ്ങളെ എങ്ങനെ സംരക്ഷിക്കണം എന്നത് സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ് മൃഗസംരക്ഷണ വകുപ്പ്. അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ വളർത്തുമൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ്. അമിതമായ ചൂട് ജീവഹാനിക്ക് കാരണമാകുമെന്നതിനാൽ ശരീരത്തിന്റെ ഊഷ്മാവ് ക്രമീകരിക്കണം. കുടിക്കാനായി ശുദ്ധജലം എപ്പോഴും നൽകണം. ചൂട് കുറഞ്ഞ സമയത്ത് മാത്രം തീറ്റ നൽകണം. മേയാൻ വിടുന്ന മൃഗങ്ങളെ തണലത്തു മാത്രം കെട്ടുക. പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ മൃഗങ്ങളെ പണിക്കായി ഉപയോഗിക്കുന്നതും തുറന്ന വാഹനങ്ങളിലെ യാത്രയും ഒഴിവാക്കണം. ഉയർന്ന ശരീരോഷ്മാവ്, അണപ്പ്, വായിൽ നിന്നും പതവരിക, വീണുപോവുക എന്നിവ അപകടങ്ങളെ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളാണ്. ശരീരോഷ്മാവ് കൂടുമ്പോൾ പശുക്കൾ തീറ്റയെടുക്കുന്നത് കുറയുന്നു. ഇത് പാലുൽപാദനം കുറയാൻ കാരണമാക്കും. വേനൽക്കാലത്ത് തൊഴുത്തിന്റെ 3 ഭാഗമെങ്കിലും തുറന്നു കിടക്കണം. താൽക്കാലികമറയായി ഉപയോഗിച്ചുവരുന്ന ഷെഡ്, നെറ്റുകൾ, പ്ലാസ്റ്റിക് ഷീറ്റുകൾ എന്നിവ ഉയർത്തി കെട്ടണം. തൊഴുത്തിന്റെ ഉയരം 10 അടിയിൽ കുറയരുത്. മുകളിൽ കാർഷിക ഉപകരണങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവ മാറ്റി പരമാവധി ഉയരം ഉറപ്പുവരുത്തണം. മേൽക്കൂരയ്ക്ക് മുകളിൽ വൈക്കോൽ നിർത്തുകയോ ചൂടിനെ തടയുന്ന പെയിന്റുകൾ ഉപയോഗിക്കുകയോ ചെയ്യണം. മൈക്രോ സ്പ്രിംഗ്ലർ, സെൻസറുകൾ, സെൽഫ് ഡ്രൈവിംഗ് പമ്പ് എന്നിവ ഉപയോഗിച്ച് വലിയ ഫാമുകളിലെ ഊഷ്മാവ് നിയന്ത്രിക്കാവുന്നതാണ്. ഇത് സംബന്ധിച്ച് സീനിയർ വെറ്റിനറി സർജനും മൃഗസംരക്ഷണ വകുപ്പ് PROയുമായ ഡോക്ടർ സൈറ PA ഇങ്ങനെ വ്യക്തമാക്കുന്നു. വേനൽ വളരെയധികം കനത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും ഓമന മൃഗങ്ങളെയും വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വളർത്തുമൃഗങ്ങളെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ തുറസായ സ്ഥലങ്ങളിലോ ചൂട് കൂടുതലായിട്ട് ഏൽക്കുന്ന സ്ഥലങ്ങളിലോ കെട്ടിയിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തണലുള്ള സ്ഥലത്ത് തന്നെയാണ് മൃഗങ്ങളെ കെട്ടിയിടുന്നതെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. ദിവസം മുഴുവനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും തണുത്ത ശുദ്ധമായ കുടിവെള്ളം കൊടുക്കാനായിട്ട് വളരെയധികം ശ്രദ്ധ ചെലുത്തണം. അതുപോലെ കൂടുകളിലേക്ക്, പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ കൂടുകളിലേക്ക് നേരിട്ട് സൂര്യപ്രകാശം പതിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. പശുക്കൾക്കും മറ്റും തീറ്റ കൊടുക്കുമ്പോൾ അതിരാവിലെയും വൈകിട്ടുമായിട്ട് കാലിത്തീറ്റ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ജലാംശം കൂടുതലടങ്ങിയ പച്ചപ്പുല്ലുകൾ പകൽ സമയത്തും വൈക്കോൽ രാത്രിയുമാണ് കൊടുക്കേണ്ടത്. മൃഗങ്ങൾക്ക് ഈ സമയത്തുണ്ടാകുന്ന തളർച്ചയെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് വൈറ്റമിൻസും അടങ്ങിയ വൈറ്റമിൻസ് അവരുടെ കുടിവെള്ളത്തിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും അണപ്പും കിതപ്പും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അത്യുഷ്ണം ആയ ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് വളരെ ഏറെ തളർച്ചയും ഉയർന്ന പനി, കിതപ്പ്, അണപ്പ്, ശാരീരിക അസ്വസ്ഥതകൾ എന്നിവ കാണിക്കുകയാണെങ്കിൽ എത്രയും വേഗം വിദഗ്ധ ചികിത്സ ലഭ്യമാക്കേണ്ടതാണ്. കൊടിയ വേനലിൽ ചൂട് കുറവുള്ള അതിരാവിലെയും വൈകിട്ടും മാത്രം തീറ്റ നൽകേണ്ടതാണ്. മേയാൻ വിടുന്നത് വെയിലില്ലാത്ത സമയത്ത് മാത്രമായി നിയന്ത്രിക്കണം. പ്രതിദിനം പശുക്കൾക്ക് 100 ലിറ്റർ എന്ന തോതിൽ വെള്ളം നൽകണം. പച്ചപ്പുല്ല് പൊതുവെ കുറവായ വേനൽക്കാലത്ത് വൈക്കോൽ കുതിർത്തി നൽകുക. വളർത്തു പക്ഷികൾക്കും അവയുടെ കൂടുകളുടെ മുകളിൽ തണൽ, വൈക്കോൽ, ഷെഡ്, നെറ്റ് ഉപയോഗിച്ചുള്ള സംരക്ഷണം, കുടിക്കാൻ യഥേഷ്ടം വെള്ളം, ചെറിയ കൂടുകൾ തണലത്തേക്ക് മാറ്റിവെക്കൽ എന്നിവ പ്രധാന ചൂടാഘാത നിയന്ത്രണ മാർഗങ്ങളാണ്. അരുമമൃഗങ്ങളായ നായ, പൂച്ച മുതലായവയുടെ കൂട് കഠിനമായ വെയിലിൽ നിന്നും മാറ്റി വയ്ക്കണം. ഇവയ്ക്കായി ORS ലായനികളും നൽകാം. ചൂട് കൂടുമ്പോൾ മേൽസൂചിപ്പിച്ച ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി വിദഗ്ധ ചികിത്സ നൽകണമെന്നും മൃഗസംരക്ഷണ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.